ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു. കുട്ടികൾ പതിവുപടി ഇതേ രാവിലെ ഞാൻ എണീറ്റപ്പോഴേക്കും സ്കൂളിലേക്ക് രണ്ടുപേരും ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, തോമുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞാൽ. ഭയങ്കര ഇഷ്ടമാണ്. പാച്ചു അങ്ങനെ തന്നെയാണ്. എണീറ്റ വഴിക്ക് അവർ പോകാനുള്ള പുറപ്പാടാണ്. അപ്പോൾ തോമുന് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടാണ് പോവുക. രാത്രിയിൽ എന്ത് തന്നെയായാലും രാവിലെ എണീറ്റ വഴിക്ക് ഒരു ഗ്ലാസ് പാൽ കുടിക്കും. അപ്പോൾ പിന്നെ അവർക്ക് അങ്ങനെ സാധാരണ വിശക്കാറില്ല കേട്ടോ. പക്ഷേ കൊണ്ടുപോകാനുള്ള സ്നാക്സ് 10:30 ആകുമ്പോഴേക്കും കഴിക്കാനുള്ളത് അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തയക്കും. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നമ്മുടെ ചാക്കോച്ചനിരുന്ന് ബിസിനസ് ചെയ്യണം കേട്ടോ. അവനെപ്പോഴും എൻ്റെ ആ ചെയറാണ് അവനിഷ്ടം. അങ്ങനെ ഞാൻ എൻ്റെ കിച്ചണിൽ വന്നപ്പോഴേക്കും കിച്ചണിലത്തെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡാഡി പതിവില്ലാണ്ട് മാർക്കറ്റിൽ പോയിട്ട് ഇന്ന് ഡാഡിക്ക് ഉള്ള ടോക്കൺ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കോപ്പറേറ്റീവിൽ. അപ്പോൾ പോയിട്ട് തിരിച്ച് വരുമ്പോൾ മറ്റേ മാർക്കറ്റിൽ കയറിയിട്ട് ആടിൻ്റെ തല വാങ്ങിയിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഈ സൂപ്പ് കുടിക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. ആടിൻ്റെ കാല്, പിന്നെ കുഞ്ഞിലെ പണ്ട് തൊട്ടേ ഉള്ളത് ഞാൻ പറയാറില്ലേ, നമ്മുടെ വീട്ടിൽ അപ്പച്ചൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്ന കാരണം അവർക്ക് ഈ സൂപ്പ്, പിന്നെ എന്താ പറയുക, നെഞ്ചടി, അങ്ങനെയുള്ള ആട്ടുനെയ്യ്, അങ്ങനെയൊക്കെയുള്ള ആസവങ്ങൾ അങ്ങനെയൊക്കെ ശീലിപ്പിച്ച കാരണം അതൊക്കെ എനിക്കും അറിയാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നലെ ഇട്ട മാലകളാണ്. അപ്പോൾ കുറേ പേര് രണ്ടാമത് എന്തൊക്കെയാണ് സ്റ്റോക്കുള്ളത്, ഏതൊക്കെയാണ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതനുസരിച്ച് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിലയിട്ട കാരണം തന്നെ എല്ലാവരും പറഞ്ഞു ഭയങ്കര എളുപ്പമുണ്ട് വാങ്ങിക്കാനായിട്ട് എന്ന് പറഞ്ഞു. കണ്ടമാനം പേര് നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയാണ്. കാരണം ഇതെങ്ങനെയാണ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിൻ്റെ കൂടെ ഈ ഫാൻസി ടൈപ്പ് ഇടുമ്പോൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുകയെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കുറേ പേര് പറയണത് അവർക്ക് ചെറിയ വിലയായതുകൊണ്ട് അവർക്ക് വാങ്ങിക്കാം, പിന്നെ ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ വല്ലപ്പോഴും ഉപയോഗിക്കാനല്ലേ വേണ്ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർക്ക് ഇത് ഇഷ്ടമായിട്ടോ. അപ്പോൾ അധികം വിലയുമില്ലല്ലോ. അപ്പോൾ പ്ലേറ്റഡ് ഐറ്റംസ് ആണെങ്കിൽ എങ്ങനെ വന്നാലും വിലയുണ്ടാവും. പിന്നെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ വീണ്ടും റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ അങ്ങനെയല്ല, യൂസ് ആൻഡ് ത്രോ ആണ്. നമുക്ക് ഇത്ര രൂപയല്ലേ വരുന്നുള്ളൂ, ആ ഒരു ഫാഷൻ കഴിയുമ്പോൾ അടുത്തതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ കണ്ടമാനം കുട്ടികൾ 4ഉം 5ഉം വീതം എടുത്തവരുണ്ട് കേട്ടോ. ഈ റേറ്റ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഇത്രയ്ക്കുള്ളത്. ഇത് ഭയങ്കര ഭംഗിയാട്ടോ. ഈ അരയന്നം ഒരു അരയന്നാണ്, അതിൻ്റെ കമ്മലും. ഇത് റൂബിയുടെയാണ്. ഇതിൻ്റെ തന്നെ നവരത്നം ഉണ്ട്, പക്ഷേ നവരത്നം സ്റ്റോക്ക് ഒട്ടൂല. ഇതിൻ്റെ കഴിഞ്ഞ് വേറൊരു പാറ്റേണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കും. ഇതും അതുപോലെ ഒരു ആന, നല്ല ഭംഗിയാണ്. അങ്ങനെ ഞാൻ രാവിലത്തെ പരിപാടികളും കാര്യങ്ങളും കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. പാക്കിങ് നിങ്ങൾക്ക് വാങ്ങിച്ചവർക്ക് എന്നെ അറിയാം. ഞാൻ 4 വാങ്ങിച്ചു, ഞാൻ 5 വാങ്ങിച്ചു എന്ന് നിങ്ങൾ തന്നെ ഇരുന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നൂലപ്പം കഴിക്കായിരുന്നു. നൂലപ്പം എന്ന് പറഞ്ഞാൽ ഇടിയപ്പം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എനിക്കും ഡോണിനും പാലും പഞ്ചസാരയും ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അത് കഴിച്ചിട്ട് ഡോൺ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പകുതി പാലുകൊണ്ടും ബാക്കി പകുതി ആ ഒരു മുട്ട, പുഴുങ്ങിയ മുട്ട. അപ്പോൾ എല്ലാ ദിവസവും ശരിക്കും 2 പുഴുങ്ങിയ മുട്ട ഞാനും അതേ ഡാഡിയും അതേ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കണം എന്ന് നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെ സൂത്രത്തിൽ കഴിക്കും, പിന്നെ ഒരെണ്ണം വൈകിട്ടല്ലേ, അപ്പോൾ അത് അപ്പളും ചെയ്യും. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിക്കാനായിട്ട് പോയി അവിടെ ഇരുന്നു. എന്നിട്ടാണ് എൻ്റെ ബാക്കി പരിപാടികൾ കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ വെടുപ്പായി ക്ലീനാക്കി ഇട്ടതിന് ശേഷമാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ കുട്ടികൾ ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടുന്ന പിറ്റേ ദിവസം നിങ്ങൾക്കറിയാമല്ലോ എൻക്വയറി ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റേ റീസെല്ലിങ്ങിന് കൊടുക്കുന്നവരുടെ വക ആ തിരക്കുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ നല്ല തിരക്കാണ്. അപ്പോൾ കുട്ടികളെ 2 പേരെയും ഞാൻ അത് ഏൽപ്പിച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഒതുക്കിയതിന് ശേഷം ഞാനും കുറച്ച് നേരം പോയിട്ട് അവിടെ ബിസിനസ്സിൻ്റെ വശത്തിരുന്നു. അപ്പോൾ ഓൾറെഡി 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും കുറേ പാക്ക് ചെയ്യാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നോക്കി, താമരമല ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണത്. ഇതെല്ലാതും അങ്ങനെ തന്നെ ഇൻവിസിബിൾ പാറ്റേൺ. അപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്ക ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ദോഷം എന്തുണ്ടായെന്ന് വെച്ചാൽ അതൊരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അതിൻ്റെ പുതിയ പാറ്റേൺ വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. കാരണം പാലക്ക സെയിം സാധനം തന്നെ ആവില്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മൾ കുട്ടികൾ വെറൈറ്റി പിടിക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഒരാൾക്ക് 4ഉം 5ഉം വേണമെങ്കിൽ വാങ്ങിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ തുണികളൊക്കെ കൊണ്ടുവന്ന്, അപ്പോൾ രാത്രി ഇട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ സുഖമായിട്ട് ഉണങ്ങി
അതൊക്കെ മടക്കി അതാത് സ്ഥാനങ്ങളിൽ കൊണ്ടുവച്ചു. ഈ വശം ഒന്ന് ഒതുക്കി. നിങ്ങൾക്കറിയാം ഞാൻ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്, എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെള്ളം നിറച്ച് ഫിൽറ്ററിൽ വെള്ളം ഒഴിച്ച്. അപ്പോൾ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്കൊന്ന് കഴുകിട്ടു. അപ്പോൾ അതിൽ കുറേ ലെയറുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് ഞാൻ കാണിച്ചിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളം തന്നെയാണ് കേട്ടോ, നല്ല വെള്ളമാണ്. അത് വിട്ട് നമ്മൾ എന്തെങ്കിലും വെള്ളം ഇറങ്ങാണ്ടിരിക്കുക എന്തെങ്കിലും ചെയ്ത് വെള്ളം തിളപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേറൊരു ടേസ്റ്റാട്ടോ, നമുക്ക് ഇഷ്ടാവില്ല. അങ്ങനെ ഞാൻ കോളിംഗ് ബെൽ അടിച്ച് നോക്കിയപ്പോഴാണ് വന്ന് ആരാന്ന് നോക്കിയപ്പോഴാണ് ചാക്കോച്ചൻ്റെ കയ്യിൽ പാർസൽ ഇരിക്കുന്നത്. അപ്പോൾ നോ, തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒച്ചയും ബഹളാട്ടോ. ഇപ്പോൾ ചാക്കോച്ചൻ നല്ലോണം വർത്താനം പറഞ്ഞു തുടങ്ങി, ചിരിയും കളിയും ബഹളായി. പക്ഷേ ഇന്ന് വൈകുന്നേരം എന്നെ കണ്ടിട്ട് അവൻ അറിഞ്ഞില്ല കേട്ടോ. ലീലമാമ വന്ന തിരക്കിലായിരുന്നു. നമുക്ക് മനസ്സിലാവുമല്ലോ കുട്ടികളുടെ സന്തോഷം അങ്ങനെയല്ല. അങ്ങനെ അവൻ്റെ കിട്ടിയ പാക്കും കൊണ്ട് ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നും 2-3 പാക്കറ്റുകൾ ഉണ്ടായിരുന്നു ഓൺലൈനിൽ. അങ്ങനെ രാവിലത്തെ ഒരുവിധം എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഡാഡി പ്ലേറ്റ് ചെയ്ത സാധനങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചിലത് ഒരു 90% പ്ലേറ്റ് ചെയ്തത് ഇവിടെ ഉണ്ടാവും, പക്ഷെ ചിലത് ഉണ്ടാവില്ല. നമ്മൾ ഓർഡർ അനുസരിച്ചാണ് പ്ലേറ്റ് ചെയ്യുക. ഈ പാദസരമൊക്കെ അളവനുസരിച്ച് നമ്മൾ പ്ലേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ വളകൾ ഒരുവിധമൊക്കെ ഉണ്ടാവും, എല്ലാ സൈസും ഉണ്ടാവും. പിന്നെ മാലകൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചാവും നമ്മൾ പ്ലേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്ലേറ്റിംഗ് സെക്ഷൻ എപ്പോഴും ഒരു ഉച്ചയോട് കൂടിയിട്ടാണ് സാധനങ്ങൾ കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആണ് നമ്മുടെ നല്ല തരം എന്താ പറയുക നാഗപടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുമ്പോഴാണ് ഡിവൈൻ എൻ്റെ തലയിൽ പിടിച്ചപ്പോൾ, നമുക്ക് സ്വതവേ ഉള്ളത് തലമുടി ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഉറക്കം വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഭയങ്കരമായിട്ട് തല ഇങ്ങനെ കടിക്കുന്നു എന്ന് പറയും. നോക്കുമ്പോൾ ഫുൾ നരച്ചു, ഇത്ര ഉള്ളിലൊക്കെ നരച്ചു. പക്ഷെ പുറമേ കാണുന്നിടത്തൊന്നും ഒരു നരയില്ല കേട്ടോ, പക്ഷെ ഉള്ളിൽ നല്ലോണം നരച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ പറയായിരുന്നു മമ്മി പുറത്ത് പോയിട്ട് ഡൈ ഇട്ടോളോ, പരിപാടി വരികയല്ലേ, അതായത് അന്നയുടെ മോൻ്റെ കുർബാന സ്വീകരണമാണല്ലോ, അപ്പോഴേക്കും ഡൈ ഇട്ടോളോ. കാരണം ഞാൻ എങ്ങനെ ഇട്ടാലും ഡാഡി ഇട്ടെന്നാലും മോളിൽ കൂടി ഇടുള്ളൂ. അപ്പോൾ ഉള്ളിലത്തെ അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്നാണ് നല്ലോണം നരച്ചത്. പക്ഷേ കുട്ടികളെ എനിക്കത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു തരാമായിരുന്നു കേട്ടോ, ഇത്രയും നരച്ചിട്ടുണ്ട്, ഇനി മമ്മി ഇങ്ങനെ വെച്ചിരിക്കായിരിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ എപ്പോഴും പറയും, നമ്മൾ എപ്പോഴും ഭംഗിയിൽ നടക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൂറ വേഷത്തിലാണ് പോയെന്ന് വെച്ചാൽ ഇതാരാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെൻസി ടോണി അല്ലെങ്കിൽ ഡെൻസിയാണ് എന്നല്ല പറയുക. അതാ ഡിംപിളിൻ്റെ മമ്മി, അല്ലെങ്കിൽ ടോണിയുടെ ഭാര്യ, അല്ലെങ്കിൽ ഡോണിൻ്റെ മമ്മി, അല്ലെങ്കിൽ നമ്മളുടെ അപ്പച്ചൻ്റെ പേര് പറഞ്ഞിട്ട് അവരുടെ മകൾ, അങ്ങനെ പറയുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും അവർ നോക്കുമ്പോൾ എപ്പോഴും നമ്മളെപ്പോഴും ഫ്രഷായിട്ടിരിക്കണം. അത് എൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാവരും. അപ്പോൾ എൻ്റെ നരച്ച മുടിയെടുത്ത് എനിക്ക് കാണാം. അപ്പോൾ ഞാൻ പോണ്ട എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നരച്ച മുടിയെടുത്ത് കാണിച്ചു തരണത് ഇത്രയും നരച്ചിട്ടാണ് ഇരിക്കണേ, മമ്മി ഇനി ഇത് ചെയ്തില്ലെങ്കിൽ പറ്റില്ല, പുറത്ത് പോയിട്ട് ഡൈ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് അറിയാമല്ലോ ഡാഡിയാണ് കേട്ടോ സ്ഥിരം ചെയ്തു തരിക. അങ്ങനെ അടുത്ത കൊറിയറിൻ്റെ സംഭവം വന്നപ്പോൾ ഞാൻ ഈ മറ്റേ കേബിളിൻ്റെ ഇതൊരു എന്തിട്ടെന്ന് പറയുക, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടോ, എനിക്കത് പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 3 കളറിൽ, ഒന്ന് നമ്മുടെ റൂമിൻ്റെ കളറ്, പിന്നെ ഒന്ന് ബ്ലാക്ക്, പിന്നെ ഒരു പിങ്ക്. അപ്പോൾ ആർക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഇത്തിരി നീളം കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഡാഡി ഇന്ന് 3 സ്ഥലത്തായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡാഡിയാണ് ഇന്ന് തോമൂനെ കൊണ്ടുവന്നത്. അപ്പോൾ തോമൂനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോഴേക്കും ലീലാമ്മാമ വരുന്നു. കുട്ടി വന്ന് നോക്കിയപ്പോൾ ലീലാമ്മാമേനെ കണ്ടില്ല. അപ്പോൾ അതിനവന് ഭയങ്കര സങ്കടമായിട്ടുള്ള കരച്ചിലാണ് അത് കേട്ടോ. അങ്ങനെ ഡാഡി പാച്ചുവിനെ കൊണ്ടുവരാനായിട്ട് സെക്കൻഡ് ട്രിപ്പ് പോയി. അതിൻ്റെ ഇടയിൽ ഡിംപിൾ ഡ്രൈവിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ ഡിംപിളുടെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറയാൻ നല്ല കോമഡി ആട്ടോ. ഞാനത് പിന്നീട് ഡ്രൈവിങ്ങൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം, പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം കേട്ടോ, അല്ലെങ്കിൽ അത് വിഷമാവും. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ കൊന്തമണിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഇത്തിരി വലിപ്പമുള്ള കൊന്തമണിയാണ്, നല്ല ഭംഗിയുള്ള പേളിൻ്റെ മാല കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ പ്ലെയിൻ മുത്തുകൾ അപ്പുറം ഇപ്പുറവും കപ്പിട്ടിട്ടുള്ള ടൈപ്പ് പേൾമാല. പിന്നെ ഒഴുക്കൻ വള, ഇതൊക്കെ മറ്റേ പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കണ്ടാൽ മനസ്സിലാവാണ്ടിരിക്കില്ല. എനിക്ക് തോന്നുന്നു ഇത് 2 വട്ടം കാണിച്ചോ എന്ന് എനിക്കൊരു സംശയം. ഇപ്പം ഞാൻ സംസാരിച്ച് വന്നപ്പോൾ കണ്ടതാണോ അതോ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടതാണോ എന്നുള്ള ഒരു കൺഫ്യൂഷനായിട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ഇപ്പം സമയം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. എനിക്ക് വെച്ചാൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ തലയിൽ എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിറയിൽ നമ്മൾ എണ്ണ ഇടുമ്പോൾ അറിയാമല്ലോ നമുക്ക് നല്ലോണം ഉറക്കം വരും.
അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇനി എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു 2 തവണ കയറി വന്നാവോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ആയാലും നിങ്ങൾ എന്നെ മനസ്സിലാക്കും എന്നുള്ളത് എനിക്കറിയാം കേട്ടോ. പിന്നെ ഇപ്പോൾ കുറേ പുതിയ നിയമങ്ങളും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. ഇനി അതിലൊക്കെ വല്ലതിലും പെടുമെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഞാൻ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മളുടെ മേശപ്പുറം കംപ്ലീറ്റ് ഒതുക്കിയിട്ടു. അപ്പോൾ രാവിലത്തെ ഒതുക്കലും കഴിഞ്ഞു, ഉച്ചയിലത്തെ ഒതുക്കലും കഴിഞ്ഞു. അപ്പോൾ ഡിംപിളും പോയി, ഡിവൈൻ ലീലാമ്മച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ലീലാമ്മച്ചിയുടെ കൂടെ മുകളിലേക്ക് പോയി. അപ്പോൾ താഴത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാതും ഒതുക്കി ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇന്ന് കുറേ ലേറ്റായിട്ടോ കേട്ടോ ഭക്ഷണം കഴിച്ചത്, നല്ലോണം ലേറ്റായി. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം നിങ്ങൾ വിചാരിച്ചത് ഇത് ഏത് നേരത്തെ ഉണ്ടാക്കിയെന്ന്. സത്യമായിട്ടും ഇന്നത്തെ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല. കാരണം ഡിംപിളും ഡിവൈനും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ പുതിയ ഇതാണ്. അപ്പോൾ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് എന്ത് തന്നെയായാലും വിലയിടലും ഫോട്ടോ എടുക്കലും അത് വീഡിയോ എടുക്കലും ഒക്കെ നടക്കണം. അപ്പോൾ അതിനായിട്ട് അവർ 2 പേരും പോയപ്പോൾ ഞാൻ കിച്ചൺ ഒതുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പാക്കിങ്ങിൻ്റെ അവിടേക്ക് വന്നു. അപ്പോൾ നോക്കിയപ്പോൾ സമയം കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഡിംപിൾ ഡ്രൈവിങ്ങിന് 12:10 ആയപ്പോഴാണ് പോയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കണ്ട, നമുക്ക് 2 ചോറ് വാങ്ങി കഴിക്കാവുന്ന കേസുള്ളൂ, അത് സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു അടുത്ത പാക്ക് ടീഷർട്ട്. അപ്പോൾ ഡാഡിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു സംശയം, അത് ചെറുതാണോ എന്ന്. അങ്ങനെയും നമ്മൾ പുറത്ത് പോയിട്ട് എടുത്തത്. പുറത്ത് പോയി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എക്സലാണ് വേണ്ടത്. അപ്പോൾ എന്നാൽ പിന്നെ അത് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ മറ്റേ റീപ്ലേസ് ചെയ്യുക ചെയ്തത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതാ നമ്മളുടെ ഇന്നലത്തെ കൂർക്കയും ചെമ്മീനും ഉണ്ടായിരുന്നു. പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ സാമ്പാർ, ഉപ്പേരി, അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ലീലാമ്മ കൊണ്ടുവന്നതാട്ടോ. റംബൂട്ടാൻ അവിടെ നിറച്ചുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കൊറിയർ വഴി ഒരു ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ലീലാമ്മ വരുമ്പോൾ കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ കിടാങ്ങളുടെ ഉറക്കാനും എടുക്കാനൊക്കെ ആയിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നു. അപ്പോൾ ലീലാമ്മ വന്നു കഴിഞ്ഞ് ഊണ് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് കയറിയതെന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ആളും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് പോകേണ്ട കാര്യത്തിന് നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഴ്ച അന്നയുടെ പരിപാടിയുള്ള കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ മറക്കും വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതിന് പോയേക്കാം 2 പേരും കൂടിയിട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കിട്ടിയ സമയം കൊണ്ട് കബേർഡുകൾ, അപ്പോൾ അതായത് നമ്മളുടെ നൂലപ്പത്തിന് മറ്റേ കുക്കർ എടുത്തപ്പോൾ അതിലത്തെ മറ്റേ ഇഡ്ഡലി പാത്രങ്ങളൊക്കെ അവിടെ ഇരുന്നു, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഒതുക്കി അതാത് സ്ഥാനങ്ങളിൽ വെച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒതുക്കുന്ന ആൾ ഞാൻ. അവർ കഴുകി അവിടെ വെക്കും, ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഞാനാണ്. എനിക്കത് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്ക് എപ്പോൾ വേണമെങ്കിലും വന്നത് ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ടെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വന്നെടുക്കാം. അങ്ങനെ ഇവിടെ ഒക്കെ മറ്റേ സ്റ്റീമർ കമത്തി വെച്ചേക്കായിരുന്നു. അപ്പോൾ സ്റ്റീമർ എടുത്ത് അതിൻ്റെ ഉള്ളിൽ മറ്റേ ഇഡ്ഡലി തട്ടും കാര്യങ്ങളും വെച്ച് അതങ്ങോട്ട് മാറ്റി വെച്ച് അങ്ങനെ ആ 2 കള്ളി കയ്യോടെ അങ്ങോട്ട് ഒതുക്കി. അപ്പോഴാണ് ഞാൻ 3ാമത്തെ കളിയിൽ പുട്ടും കുറ്റി ഇങ്ങനെ ആടിയിരിക്കുന്ന കണ്ടത്. ഞാൻ വിചാരിച്ചത് പുറത്തെടുത്തിട്ട് 2ാമത് ഒതുക്കണമെന്ന്, പക്ഷേ നടന്നില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, പിന്നെ ആവാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ താഴ്ത്തത്തെ ഞാൻ പറഞ്ഞത് കണ്ടോ, അത് ഞാൻ വെറുതെ നിർത്തി വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഒതുക്കാൻ ഉള്ളൊരു ഇത് കിട്ടിയില്ല കേട്ടോ എനിക്ക്. അങ്ങനെ കഴിഞ്ഞു. വൈകിട്ട് ചായ കുടിച്ചു. ചായ കുടി കഴിഞ്ഞിട്ടാണ് ഇവർ 2 പേരും പോയത്. എനിക്ക് തോന്നുന്നു ഇവർ പോകുമ്പോൾ 6 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ 2 പേരും കൂടി പോയി. ഒരു 7:30 ആയപ്പോഴേക്കും അവർ മടങ്ങി വന്നു. കാരണം അത്യാവശ്യം ഒന്ന് കൊറിയർ ചെയ്യുക, പിന്നെ കുറച്ച് 1-2 സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയുള്ള പരിപാടി, പിന്നെ ഒരു കൊറിയർ വാങ്ങിച്ച് കൊണ്ടുവരാനായിട്ട് അങ്ങനെയുള്ള പരിപാടികളായിരുന്നു. അങ്ങനെ അവർ പോയോട് കൂടിയിട്ട് ഞാൻ മറ്റേ ഡാഡി ഉച്ചയ്ക്ക് പോയി കൊണ്ടുവന്ന സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഡിംപിൾ ഓൾറെഡി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഫോട്ടോ എടുക്കും, അത് 3 പേർക്കും ഷെയർ ചെയ്യും, അത് 3 പേരുടെ സ്റ്റാറ്റസ് ഇടും. ചിലപ്പോൾ ഞാൻ പോലും അറിയില്ല എൻ്റെ ഫോണിൽ സ്റ്റാറ്റസ് ഇടുന്നത്, കുട്ടികളാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അങ്ങോട്ട് മുന്നിലേക്ക് പോകും. അപ്പോൾ ഇത് പാലയ്ക്ക. നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഭയങ്കര വിലയാണല്ലോ എന്ന്. ഇത് ഒറിജിനൽ പാലയ്ക്കയല്ല, അധികം വിലയില്ലാത്തൊരു പാറ്റേണാണ്. ഇതൊക്കെ മറ്റേ ഇതാണ്, ആൻറ്റിക്കിൻ്റെയാണ്. നല്ല ഭംഗിയുള്ള ഒരു ലോങ് ചെയിനാണ് കേട്ടോ. ലക്ഷ്മിയും പിന്നെ നല്ല വലിയ ലോക്കറ്റും ഒക്കെ കൂടിയിട്ട് ഭയങ്കര ഭംഗിയാണ് അത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയുണ്ട് അടുത്ത ഐറ്റം വരുന്നത് 3 ലെയറാണ്. ആ 3 ലെയറിൽ നല്ല നെക്ലസ് ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്ന നെക്ലസ്സാണ്. അതിൻ്റെ തന്നെ കല്ല്, അത് പച്ച വേണമെങ്കിൽ പച്ചയും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ സ്റ്റഡ്
ഇങ്ങനെ ഞാലിയുള്ളതാണ്. ഞാൻ പറയുന്ന പച്ച സ്റ്റഡ് വെറും സ്റ്റഡാണ്, ഇങ്ങനത്തെ അല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വളരെ ചെറിയ വിലയുള്ളൂ കേട്ടോ, അധികം വിലയൊന്നുമില്ല. പിന്നെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിൽ പെട്ട ഐറ്റം അല്ല കേട്ടോ. നമ്മളുടെ ഡ്രീം കളക്ഷൻസിൽ ഇപ്പോഴും പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് വീണ്ടും ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സന്ധ്യയായപ്പോൾ കുട്ടികൾക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് വറുത്തു. അതുപോലെ തന്നെ അവർക്കുള്ള പാല്, അതായത് നമ്മുടെ പട്ടിക്കുട്ടികൾക്ക്. അപ്പോഴാണ് ഞാൻ ഈ ആടിൻ്റെ തല കൊണ്ടുവന്നിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതെടുത്ത് ആദ്യം 3 വെച്ചു. കാരണം ഇവിടെ ഡാഡിയും ഞാൻ പറഞ്ഞില്ല ആരും കൂട്ടില്ല, ഞാനും ഡോണും മാത്രം ഇത് കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം അത് 3 വെച്ചതിന് ശേഷം മറ്റേ തലച്ചോറ് വേറെ എടുത്തു. 3 ബോക്സിലത്തെ 2 ബോക്സ് എടുത്തിട്ട് 1 ബോക്സ് പുറത്ത് വെച്ചു. അപ്പോൾ ആദ്യം ഞാൻ യൂട്യൂബിൽ നോക്കി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഞങ്ങൾക്ക് പണ്ട് തൊട്ടേ അപ്പച്ചനും അമ്മച്ചി ചെയ്തു തരുന്ന ഒരു സംഭവമുണ്ട്, അത് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ തലച്ചോറ് എടുത്ത് അപ്പോൾ മറിയാമ്മേനെ ആട്ടോ ഓർക്കുക. കാരണം മറിയാമ്മയുള്ള സമയത്ത് അവൾക്ക് എപ്പോഴും തലവേദന വരുമ്പോൾ ഞാൻ എപ്പോഴും മറ്റേ തലച്ചോറ് വാങ്ങിയിട്ട് അവൾക്കായിട്ട് എല്ലാ ദിവസത്തേക്ക് ഇങ്ങനെ ഒരേ ബോക്സിലാക്കി വെച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് ഇന്നും തലച്ചോറ് ഇങ്ങനെ എടുത്തപ്പോൾ ആദ്യം വന്നത് മറിയാമ്മേൻ്റെ ഓർമ്മയാട്ടോ. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്തത്, നിങ്ങളും അങ്ങനെ തന്നെയൊക്കെയാവും ചെയ്യേണ്ടാവുക. മുട്ട പൊരിക്കണ പോലെ പൊരിക്കുകയും ചെയ്തത്. എന്നാൽ അങ്ങനെയല്ല, മുഴുവൻ കുറച്ച് ബ്രെഡ് മറ്റേ ബീഫ് റോസ്റ്റ് ചെയ്യണ ആ ഒരു പാറ്റേണിൽ. പെട്ടെന്ന് കണ്ടാൽ മുട്ട പൊരിച്ചതാണെന്ന് തോന്നും, പക്ഷേ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ് മസാലയൊക്കെ ഇട്ടിട്ട് കേട്ടോ. നല്ല രസമുള്ള പോലെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. കാരണം എനിക്കും ഡോണിനും മാത്രമേ വേണ്ടൂ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവന് തിന്നുമ്പോൾ ഇത്തിരി ചൊടിയും ചുണയൊക്കെ ഇട്ട് തിന്ന് കഴിഞ്ഞാൽ ഇഷ്ടമാണ്, തന്നെ കോരി തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇന്ന് കൊണ്ടുവന്നേലത്തെ പുതിയ കളക്ഷൻസിലുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ കൊറിയർ വന്നിട്ടുണ്ട്, കുറച്ചും കൂടി വരാണ്ടത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി സംഭവം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബില്ലിങ്ങും കാര്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ പറ്റുമെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ഇതിൻ്റെ ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്യാം. കാരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലേറ്റായത്. അപ്പോൾ അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോയതിന് ശേഷം ഞാൻ അവരുടെ നിന്ന് വാങ്ങി ഇതിൽ കൂടെ ആഡ് ചെയ്യുക ചെയ്ത് കേട്ടോ. അപ്പോൾ ഇന്നലെ അതെ കണ്ടമാനം പേര്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാവരും നല്ലോണം സഹകരിച്ചു എന്ന്. കാരണം അത്രയും വില കുറവും ഏറ്റവും നല്ല സാധനമാണ് കേട്ടോ. കിട്ടിയവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു നമ്മുടെ താമരമാല കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ചാക്കോച്ചൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകണം. അപ്പോൾ തോമു ഓൾറെഡി മുമ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടാന്ന് വിളിച്ച് പോവുക. അപ്പോൾ പിന്നിൽ ലീലമ്മയും ഡിവൈനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ അവനോട് ടാറ്റ പറഞ്ഞപ്പോൾ അവൻ പറയാൻ കൂട്ടാക്കാണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുട്ടികളല്ലേ, അവരങ്ങനെയാണ്. അപ്പോൾ അത് പറഞ്ഞ് പിന്നെ അവസാനം അവിടെ എത്തിയപ്പോഴേക്കും ബായ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു കേട്ടോ മൂപ്പര്. അപ്പോൾ അവന് ടെൻഷൻ ഇതായിരുന്നു, ലീലമാമ വരണില്ലേ, പിന്നിൽ അവൻ്റെ കൂടെ വരണില്ലേ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. അങ്ങനെ ഇതേ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞതിന് ശേഷം ഞാനും ഫുഡ് കഴിക്കായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂട് ചോറായിരുന്നു, ചൂട് ചോറും മട്ടൻ്റെ കറിയും പിന്നെ തലച്ചോറ്. പിന്നെ ഡിവൈൻ്റെ അവിടെ നിന്ന് അമ്മ വരുമ്പോൾ കൊണ്ടുവന്നതാണ് ഉലുവ കറിയും. പിന്നെ കിഴങ്ങ് ഡിവൈന് ഭയങ്കര ഇഷ്ടമാണ്, നേരിയതായിട്ട് അരിഞ്ഞ് ഉപ്പേരി കാച്ചപ്പോൾ കടുക് പൊട്ടിച്ചിട്ടാണ്, നമ്മൾ തൃശ്ശൂർക്കാരുടെ പോലെയല്ല. അപ്പോൾ അത് രണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും മറ്റേ സൂപ്പിൻ്റെ തലയുടെ സംഭവം അതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ കറി. അപ്പോൾ ഞാൻ എന്തോ പതിവില്ലാണ്ട് കുറേ കൂടുതൽ കഴിച്ചു. അത് കഴിഞ്ഞ് പട്ടികളുടെ കാര്യങ്ങൾ കഴിച്ചു, ഫിൽറ്ററിൽ വെള്ളം ഒഴിച്ച് തുണികൾ തോരയിട്ട്, അതൊക്കെ നമ്മളുടെ സ്ഥിരം ചെയ്യുന്ന ഒരേ പരിപാടികളാണല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഞാനിവിടെ വരുമ്പോഴേക്കും കുട്ടികൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ ഈ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് വിലയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വിലയിട്ടതിന് ശേഷം ഞാനതെൻ്റെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ വില അറിയണോ അല്ലെങ്കിൽ ഇത് വേണം എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വലിയ വിലയുള്ള സാധനങ്ങളൊന്നുമല്ല. കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് ഭയങ്കര വിലയാണല്ലോ എന്ന്. ഒന്നുമില്ല, നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ എൻ്റെ സ്റ്റാറ്റസിൽ ഇപ്പം ഞാനത് ഇട്ടതിന് ശേഷം ഞാൻ വോയിസ് ഓവർ കൊടുക്കാനായിട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നലത്തെയും ഇന്നത്തെയും എല്ലാ ഓർണമെൻറ്റ്സിൻ്റെയും വില അടക്കം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഓർണമെൻറ്റ്സ് ഇല്ലേ, മറ്റേ ഗോൾഡ് കവറിങ് ഇല്ലേ എന്ന് തോന്നണ്ട. അത് വളരെ ഭംഗിയായിട്ട് മുന്നിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇത് ഫാൻസി ആയിട്ട്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാവുന്ന ഒരു ഐറ്റമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ മതി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടമാനം കോണ്ടാക്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഹായ് അയക്കുമ്പോൾ ഞാൻ ആ നമ്പർ ഒന്ന് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്റ്റാറ്റസും കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് കുട്ടികളുടെയും ചെയ്യണത് കേട്ടോ. ഇപ്പോൾ അവരും അവരുടെ ഫോൺ നമ്പർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ മാക്സിമം അതും ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ. ഈ മാല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മാലയാണ് ഇപ്പോൾ എല്ലാവരും ഈ 2 മാലയായിട്ട് ഇടണില്ലേ, മുകളിലൊരു ചെയിൻ, അതിന് താഴെ ഇടുന്നത്, അത് ഈ മാലയാണ് കേട്ടോ. ഇങ്ങനത്തെ മാലയാണ് ഈ പേളിൻ്റെ കുങ്കുരുവായിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു അത് ഇട്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ വെച്ചിട്ട്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഈ 3 പേരെയും വെച്ചിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ ഇന്ന് 2 ദിവസമായിട്ട് ഈ എന്താ പറയുക സാധനങ്ങളുടെ അൺബോക്സിങ്ങും അതുകൂടാണ്ട് റേറ്റ് ഇടലും ഒക്കെ കൂടിയായിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് ശരിക്കും ഉറക്കം വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് എണ്ണയും കൂടി ഇട്ടപ്പോൾ കണ്ണടഞ്ഞു പോവുക. അപ്പം ഞാൻ വേഗം പോയി കിടന്നുറങ്ങട്ടെ കേട്ടോ. ഇന്നൊരു ദിവസം തന്ന ദൈവത്തിനായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.